അങ്ങനെ ന്യൂ ഇയറും കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ ഈ ഗിഫ്റ്റൊക്കെ കൈമാറുന്നത്. ക്രിസ്മസിനാണ് ഞങ്ങൾ ക്രിസ്മസ് ഫ്രണ്ട് എടുത്തത്. പക്ഷേ ന്യൂ ഇയർ ദിവസമാണ് സാധാരണ ഞങ്ങൾ കൊടുക്കാറ്. അന്ന് എല്ലാവർക്കും എത്താൻ പറ്റാത്ത കാരണം കൊണ്ടാണ് പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചതും. ഈ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിന് ഏറ്റവും കൂടുതൽ ധൃതി കൂട്ടിയത് മക്കൾ തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് വേഗം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്താൽ ഞങ്ങളുടെ ഗിഫ്റ്റ് എപ്പോൾ കിട്ടും, എന്തൊക്കെയായിരിക്കും ഗിഫ്റ്റിൽ നിന്നുള്ള ഉള്ളിലെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അവരിത് 2-3 വർഷങ്ങളല്ല കാണാൻ തുടങ്ങിയിട്ടായിട്ടുള്ളൂ. നമ്മളിതൊക്കെ കോളേജിലും സ്കൂളിലുമൊക്കെ കൊടുത്ത് ശീലമുള്ള കാരണം കൊണ്ട് നമുക്കിതൊക്കെ ശരിക്കും പറഞ്ഞാൽ കണ്ടു മതിയായി. അതുകൊണ്ട് എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, എന്ത് കിട്ടിയാലും സ്വീകരിക്കും. അങ്ങനെ എല്ലാവരും അവരവർക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ചു. അമ്മൂനാണെങ്കിൽ നാളെ തൊട്ടൊക്കെ ചായ കുടിക്കാനായിട്ട് പുതിയ കപ്പ് കിട്ടിയ സന്തോഷത്തിലാണ്. അമ്പു ആണെങ്കിൽ അവൻ്റെ ഗിഫ്റ്റ് ആരെയും കൊണ്ടും തൊടിക്കുന്നുണ്ടായിരുന്നില്ല, അവനാണെങ്കിൽ തുറക്കൊന്നും ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ അവൻ തുറന്ന് കാണിച്ചു തന്നു കേട്ടോ. അവന് ഗിഫ്റ്റ് കൊടുത്തത് അവൻ്റെ അനിയത്തി തന്നെയാണ്. അതുകൊണ്ട് അവന് എന്തായിരിക്കും അവൾ തന്നതെന്ന് അറിയാൻ വേണ്ടി നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തന്നെയാണ് കേട്ടോ അതിനുള്ളത്. പിന്നെ എനിക്ക് കിട്ടിയത് ഒരു ഗിഫ്റ്റ് പറഞ്ഞാൽ ഞാനിതിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം പാക്കറ്റ് പിടിച്ചു നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് തോന്നിയില്ല, ഒട്ടും ഫീൽ ചെയ്തില്ല. പിന്നെ ഈ ഹാൻഡ് ബാഗാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഇതെനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ഒരുപാട് റീലിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു സാധനമാണ്. വാങ്ങണമെന്ന് ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്ന സംഭവമായിരുന്നുകൊണ്ട് ഒരുപാട് സന്തോഷമായി.